നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാർ പള്ളിവാസലിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പള്ളിവാസൽ സ്വദേശിനി രാജമ്മാളിനെയും മകൾ ഗീതയെയും കൊലപ്പെടുത്തിയത് ആറ്റുകാട് സ്വദേശി പ്രഭു. ഇടുക്കി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. അടുത്ത അധ്യയന വർഷത്തിൽ അഡ്മിഷൻ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഇരട്ടയാർ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന KSEB ഓഫീസിലേക്ക് മാർച്ച്. ഉദ്യോഗസ്ഥരെ പഴിചാരി കർഷകരുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ. വിള ഇൻഷുറൻസിന്റെ ഗുണം ചെറുകിട ഏലം കർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി. വിള ഇൻഷുറൻസ് ലഭിക്കുന്നത് 1 ഹെക്ടർ സ്ഥലത്തിന് മുകളിൽ ഏലം കൃഷിയുള്ളവർക്ക് മാത്രം. വാർത്തകൾ വിശദമായി. മൂന്നാർ പള്ളിവാസലിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പള്ളിവാസൽ ആറ്റുകാട് 12 മുറി ലയത്തിൽ താമസിക്കുന്ന പ്രഭുവാണ് പള്ളിവാസൽ സ്വദേശിനി രാജമ്മാളിനെയും മകൾ ഗീതയെയും കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയാണ് പ്രഭു കാമുകിയായ പള്ളിവാസൽ സ്വദേശിനി ഗീതയെയും അമ്മയെയും വീടിനുള്ളിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട ഗീതയും പ്രഭുവും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് ഗീത സതീഷ് എന്നയാളെ വിവാഹം ചെയ്തു. വിവാഹത്തിന് ശേഷവും ഗീതയും പ്രഭുവും തമ്മിലുള്ള ബന്ധം തുടർന്നു. ഇടയ്ക്ക് സതീഷുമായി പിണങ്ങിയ ഗീത 4 വർഷത്തോളം പ്രഭുവുമൊത്ത് തമിഴ്നാട്ടിൽ താമസിച്ചു. വീട്ടുകാർ ഇടപെട്ട് പിന്നീട് തിരികെ കൊണ്ടുവരികയായിരുന്നു. ഏലത്തോട്ടത്തിലെ പണികൾക്കായാണ് ഇവർ പള്ളിവാസലിൽ താമസിക്കുന്നത്. നാട്ടിലെത്തിയ പ്രഭു ഗീതയോട് തന്നോടൊപ്പം ജീവിക്കണമെന്നാവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി സതീഷ് ഇല്ലാത്ത സമയത്ത് വീട്ടിലെത്തിയ പ്രഭു ഗീത ഒപ്പം വരണമെന്ന് വാശി പിടിച്ചു. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഉളി ഉപയോഗിച്ചാണ് ആശാരിപ്പണിക്കാരനായ പ്രഭു ഗീതയെയും തടസ്സം പിടിക്കാനെത്തിയ രാജമ്മാളിനെയും കൊലപ്പെടുത്തിയത്. ഇരുവരുടെയും ദേഹത്ത് നിരവധി മുറിവുകളുണ്ട്. കൊലപാതകത്തിന് ശേഷം പ്രഭു വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. മൂന്നാർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ നിയമസഭയിൽ പറഞ്ഞു. റോഷി അഗസ്റ്റിൻ MLAയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഇടുക്കി മെഡിക്കൽ കോളേജ് ആവശ്യമായ സൗകര്യങ്ങൾ പൂർത്തിയാക്കി യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകിയുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ നിയമസഭയിൽ പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ ചികിത്സാരംഗത്ത് ഏറെ പിന്നോക്കം നിൽക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിൽ 2018-2019 അധ്യയന വർഷം പ്രവേശനം സാധ്യമാക്കണമെന്നും നിലവിൽ പ്രവേശനമെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇതര ജീവനക്കാരെയും ഇടുക്കിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടാണ് റോഷി അഗസ്റ്റിൻ MLA സബ്മിഷൻ അവതരിപ്പിച്ചത്. മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡമനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം 2016-2017 അധ്യയന വർഷത്തെ അംഗീകാരം നഷ്ടമായിരുന്നു. ഇതുമൂലം പ്രവേശനം ലഭിച്ച 2 വർഷത്തെ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തെ 5 ഇതര മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ പ്രവേശനമെടുത്ത വിദ്യാർത്ഥികളുടെ പഠനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഇതര മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. 1.5 കോടി രൂപയുടെ അക്കാദമിക് ബ്ലോക്കിന്റെയും 60 കോടി രൂപയുടെ ആശുപത്രി ബ്ലോക്കിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനുവരി മാസത്തോടെ പൂർത്തിയാകത്തക്ക വിധം പുരോഗമിച്ചു വരുന്നതായും മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റലുകൾ, ഇന്റേൺസ് ഹോസ്റ്റൽ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകൾ, ജലവിതരണ സംവിധാനങ്ങൾ എന്നിവയ്ക്കായി 102 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ഭരണാനുമതി ലഭിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ആവശ്യമായ സൗകര്യങ്ങൾ പൂർത്തിയാക്കി 2018-2019 അധ്യയന വർഷത്തിൽ പുതിയ ബാച്ചിന്റെ പ്രവേശനമെടുക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണെന്നും അടുത്ത വർഷത്തേക്കുള്ള പ്രവേശനത്തിന് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനായി MP, MLA, ജില്ലാ കളക്ടർ, കോളേജ് പ്രിൻസിപ്പാൾ, വിവിധ വകുപ്പുകളുടെ മേധാവികൾ എന്നിവരോടൊപ്പം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി K. ഗോപകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ എല്ലാ മാസവും പുരോഗതി അവലോകനം ചെയ്തു വരുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ പഴിചാരി കർഷകരുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ. ഇരട്ടയാർ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ KSEB കട്ടപ്പന ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ പട്ടയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1956 മുതൽ കുടിയേറി പാർക്കുന്ന ഇരട്ടയാർ പ്രദേശത്തെ കർഷകരെ 1977 KSEB നിർമ്മാണം ആരംഭിച്ച ഇരട്ടയാർ ഡാമിന്റെ പേരിൽ 10 ചെയിൻ പേര് പറഞ്ഞ് പട്ടയം നിഷേധിക്കുന്ന നിലപാട് മാറി മാറി വന്ന സർക്കാരുകൾ തുടരുകയാണ്. ജണ്ട മുതലുള്ള കൃഷിഭൂമിക്ക് പട്ടയം നൽകുന്നതിന് തടസ്സമില്ലെന്നുള്ള മുൻ ഓർഡർ പ്രകാരം നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും റവന്യൂ വകുപ്പിന്റെയും KSEBയുടെയും കർഷകദ്രോഹ നയങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരട്ടയാർ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന KSEB ഡിവിഷൻ ഓഫീസിലേക്ക് പട്ടയ മാർച്ചും ധർണയും നടത്തിയത്. കല്ലാറിൽ നിന്നും ഇരട്ടയാറിൽ നിന്നും കുടിയിറക്കിയ 23ഓളം കർഷക കുടുംബങ്ങളെ 10 ചെയിൻ പ്രദേശത്ത് കുടിയിരുത്തിയിട്ടുള്ളതാണ്. ഇവർക്ക് പട്ടയമോ സ്ഥലത്തിന്റെ അവകാശ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുമില്ല. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച പട്ടയ മാർച്ച് ഇരട്ടയാർ കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ മാത്യു തറമുട്ടം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കട്ടപ്പന KSEB ഡിവിഷൻ ഓഫീസ് പടിക്കൽ നടന്ന ധർണാ സമരം ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഭരണമുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള തമ്മിലടിയാണ് കർഷകരുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പിന് തടസ്സം സൃഷ്ടിക്കുന്നത്. സർക്കാരിന് ഇച്ഛാശക്തി ഇല്ലാത്തതാണ് പട്ടയ നടപടികൾക്ക് കാലതാമസം നേരിടുന്നതെന്നും ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഞങ്ങൾ മാന്യമായ വിട്ടുവീഴ്ചകളും കാലതാമസങ്ങളും കാത്തിരിപ്പുകളും നടത്തുന്നുണ്ട്. പക്ഷെ 1.5 വർഷം എന്ന് പറയുന്നത് വളരെ കൂടിയൊരു കാലമാണ്. അതിനകം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകേണ്ടതാണ്. പദ്ധതി വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള പിടിവാശി ഉപേക്ഷിക്കണം. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി, നമ്മുടെ തന്നെ ജനപ്രതിനിധിയായ മണിയാശാൻ കുറച്ചുകൂടെ ഗൗരവമായ നിലപാടെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതുപോലെ ആലോചിക്കട്ടെ, വറുകയാകട്ടെ, പിന്നെയാകട്ടെ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. ഏറ്റവും അടിയന്തരമായ വിഷയത്തിന് പരിഹാരമുണ്ടാകണം. അല്ലെങ്കിൽ തെരുവിലിറങ്ങി ജനങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. തെരുവിലിറങ്ങിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയുന്നത് കാണുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാരെ ഒരു സർക്കാരിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. അത് കൊടുത്തോട്ടമാണ്. ഉദ്യോഗസ്ഥന്മാരും ചെയ്യണമെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടി അധികാരികൾ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവർക്ക് നടപടിയെടുക്കണം. സർക്കാരിന് നയമുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് കാര്യവും നടക്കും. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞതും ഇവിടുത്തെ ജനങ്ങളെ പിടിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ 9 വാർഡുകളിലെ കർഷകരെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ തീർപ്പുണ്ടാക്കണമെന്നും ഓഗസ്റ്റ് 31-നകം പട്ടയ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ കർഷകരെ തെരുവിലിറക്കി ശക്തമായ സമരം ആരംഭിക്കുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. ധർണയിൽ ഇരട്ടയാർ കർഷക സമിതി പ്രസിഡന്റ് AC മാത്യു അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായ R മണിക്കുട്ടൻ, CK മോഹനൻ, ഇമാം മുഹമ്മദ് റഫീഖ് അൽക്കോസരി, KK ദേവസ്യ, KP ഹസൻ, OT ജോൺ, ജോർജ് കോയിക്കൽ, സാലി തോമസ്, ജെൻസി ചാർലി, ലീലാമ ജോൺ, മാത്യു കൈച്ചിറ, ജോർജ് വട്ടപ്പാറ, മോഹനൻ കല്ലറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ ഏറ്റെടുക്കണമെന്ന് സ്പെഷ്യൽ ഓഫീസർ ശുപാർശ ചെയ്ത തോട്ടങ്ങളുടെ കരം സ്വീകരിക്കുന്നതിനെതിരെ വില്ലേജ് ഓഫീസർമാർക്ക് റവന്യൂ വകുപ്പിന്റെ കർശന നിർദ്ദേശം. ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ തഹസിൽദാർമാരോടും ജില്ലാ കളക്ടർമാരോടും റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഏറ്റെടുക്കാനിരിക്കുന്ന തോട്ടങ്ങൾക്കും ഇതര വസ്തുക്കൾക്കും വ്യാപകമായി വില്ലേജ് ഓഫീസുകളിൽ കരം സ്വീകരിച്ച് രസീത് നൽകുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രിയും ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് പരാതികളേറെയും. വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി സംശയിക്കുന്ന കേസുകൾ അന്വേഷണത്തിനായി വിജിലൻസിന് കൈമാറിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ 500-ലേറെ പരാതികളാണ് ലഭിച്ചത്. കണ്ടെത്തുന്ന കേസുകളിൽ കരം ഒടുക്കിയത് ഒഴിവാക്കാനുള്ള നടപടികളും കളക്ടർമാർ നേരിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. കരം ഒടുക്കിക്കഴിഞ്ഞാൽ കോടതിയെ സമീപിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ പലതും തയ്യാറാക്കുന്നുണ്ടെന്നും റവന്യൂ വകുപ്പ് ചൂണ്ടിക്കാട്ടി. ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പോലും വീഴ്ച വരുത്തുന്നുവെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. സർക്കാർ നയത്തിനെതിരെ പ്രവർത്തിച്ച ഏതാനും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ആരംഭിച്ചു. ഹാരിസൺ എസ്റ്റേറ്റുകൾക്കും ഇത്തരത്തിൽ വഴിവിട്ട സഹായം ലഭിച്ചെന്നാണ് റവന്യൂ വകുപ്പിന്റെ ആരോപണം. പലയിടത്തും ഇത് സംബന്ധിച്ച അന്വേഷണവും നടന്നുവരികയാണ്. വിള ഇൻഷുറൻസിന്റെ ഗുണം ചെറുകിട ഏലം കർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി. 1 ഹെക്ടർ സ്ഥലത്തിന് മുകളിൽ ഏലം കൃഷിയുള്ളവർ മാത്രമേ വിള ഇൻഷുറൻസ് പരിധിയിൽ വരൂ എന്ന സർക്കാർ ഉത്തരവാണ് ചെറുകിട കർഷകർക്ക് തിരിച്ചടിയായത്. കർഷകരുടെ ഉന്നമനത്തിനാണ് കൃഷിഭവൻ വഴി സർക്കാർ വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത്. ഇത് കർഷകർക്ക് ഗുണകരമായിരുന്നു. എന്നാൽ ചെറുകിട ഏലം കർഷകർക്ക് ഇതിന്റെ ഗുണം ഇപ്പോൾ ലഭിക്കാത്ത അവസ്ഥയാണ്. സർക്കാർ ഉത്തരവ് പ്രകാരം 2.5 ഏക്കറിന് മുകളിൽ ഏലം കൃഷി നടത്തുന്ന കർഷകർക്ക് മാത്രമാണ് വിള ഇൻഷുർ ചെയ്യാൻ കഴിയുക. സർക്കാരിന്റെ ഈ ഉത്തരവ് പ്രകാരം വൻകിടക്കാർക്ക് മാത്രമാണ് വിള ഇൻഷുറൻസിന്റെ ഗുണം ലഭിക്കുക. 2.5 ഏക്കറിൽ താഴെ കൃഷിയുള്ള ഏലം കർഷകർ വിള ഇൻഷുർ ചെയ്യാനെത്തുമ്പോൾ കൃഷി ഓഫീസിലെ ജീവനക്കാർ അവരുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുകയും കർഷകർ നിരാശയോടെ മടങ്ങുകയുമാണ്.
വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൃഷി നശിക്കുന്ന വിളകൾക്ക് വിള ഇൻഷുറൻസിന്റെ പരിരക്ഷയില്ലാത്തതും കർഷകർക്ക് തിരിച്ചടിയാണ്. ഈ 2.5 ഏക്കറിന് മേലോട്ടുള്ളവരെന്ന് പറയുമ്പോൾ വൻകിട കൃഷിക്കാരെ ഉദ്ദേശിച്ചാണ് ഈ ഏലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. അത് സാധാരണ ഇടത്തരം കൃഷിക്കാർക്ക് ഒരു 10 സെന്റിനും മേലോട്ടുള്ളവർക്ക് കൃഷി നശിക്കുന്നവർക്കും ഈ വിളയുടെ ഇൻഷുറൻസിന്റെ പരിരക്ഷ കിട്ടാനുള്ള സംവിധാനം സർക്കാർ അടിയന്തരമായിട്ടുണ്ടാകണം. 2.5 ഏക്കറിൽ താഴെ ഏലം കൃഷിയുള്ള നൂറുകണക്കിന് കർഷകരാണ് ഹൈറേഞ്ചിലുള്ളത്. കാലവർഷക്കെടുതിയിലല്ലാതെ കൃഷി നശിച്ചാൽ വിള ഇൻഷുറൻസിന്റെ ഗുണം ലഭിക്കില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. 1 ഹെക്ടറിൽ താഴെയുള്ള കർഷകരെ കൂടി വിള ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുകയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൃഷി നശിക്കുന്ന വിളകൾക്ക് കൂടി ഇൻഷുറൻസ് പരിരക്ഷ നൽകുകയും ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. മെഡിക്കൽ കോളേജുകളുടെ പേരിൽ സംസ്ഥാനത്ത് കോടികളുടെ അഴിമതിയാണ് BJP നടത്തുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. അഴിമതിക്കെതിരെ ഇടുക്കി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാറിൽ നടത്തിയ പൊതുസദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വിലക്കയറ്റം അനുദിനം വർദ്ധിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും മത്സരിക്കുകയാണെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ എന്തെങ്കിലും പദ്ധതിയുണ്ടോ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പേരിൽ അധികാരത്തിൽ വന്നുവെന്ന് പറയുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്നുവെന്ന് പറയുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനോട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നു, അരിയുടെ വിലയിൽ ഒരു 10 രൂപയെങ്കിലും കുറവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? മെഡിക്കൽ കോളേജിന്റെ പേരിൽ BJPയുടെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടുക്കി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാറിൽ പൊതുസദസ് സംഘടിപ്പിച്ചത്. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് മുരളി അധ്യക്ഷനായിരുന്നു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് ജോയ് ഈഴക്കുന്നിൽ, യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു, കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ എൽസമ കലയത്തിനാൽ, തങ്കമണി രവി, കോൺഗ്രസ് നേതാക്കളായ ജോയി തോമസ്, ബാബു കളപ്പുര, റോസമ്മ ജെയിംസ്, ജയ്മോൻ, VK കുട്ടപ്പൻ, ടോമി പുളിമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ജില്ലയിൽ ചന്ദനമോഷണ സംഘങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഹൈറേഞ്ചിൽ നിന്ന് മാത്രം 100ഓളം ചന്ദനമരങ്ങളാണ് ചന്ദന മാഫിയ വെട്ടിക്കടത്തിയത്. സർക്കാർ ഭൂമിയിലെയും സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലെയും ചന്ദനമരങ്ങളാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് മുറിച്ചു കടത്തുന്നത്. കർഷകർ നട്ടുവളർത്തിയ ചെറുമരങ്ങളാണ് ഇവയിലേറെയും. ചെറിയ കാതൽ വരുന്ന സമയത്ത് തന്നെ മുറിച്ചു കടത്തുന്നതാണ് രീതി. മുറിച്ചു മാറ്റിയ മരത്തിന്റെ കുറ്റിയുൾപ്പെടെ നീക്കുകയും മണ്ണിട്ട് മൂടുകയുമാണ് ചന്ദന മാഫിയകൾ ചെയ്യുന്നത്. നിയമപ്രശ്നം ഭയന്ന് പലരും മോഷണ വിവരം പുറത്തു പറയാറുമില്ല. റോഡരികിൽ സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് നിരവധി മരങ്ങളാണ് ഇതിനോടകം കടത്തിയിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്കിടെ നെടുങ്കണ്ടം മേഖലയിൽ മാത്രം നിരവധി ചന്ദനമരങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. നെടുങ്കണ്ടം, എഴുകുംവയൽ, വലിയ തോവാള, തൂക്കുപാലം, രാമക്കൽമേട്, ചോറ്റുപാറ മേഖലകളിൽ നിന്നുമാണ് ഏറെയും മരങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നത്. മുറിച്ചു മാറ്റുന്ന ചന്ദനമരങ്ങൾ അതിർത്തി കടത്തി തമിഴ്നാട്ടിലെത്തിക്കാൻ മാർഗങ്ങൾ ഏറെയാണ്. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിനടുത്ത വനപ്രദേശങ്ങളിലൂടെയാണ് ചന്ദനം അതിർത്തി കടത്തുന്നത്. ചെറുമരങ്ങൾ മുറിച്ച് തമിഴ്നാട്ടിലേക്ക് കടത്തുന്ന സംഘം ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി വർഷങ്ങളായി പരാതി ഉയരുന്നുണ്ടെങ്കിലും വനംവകുപ്പോ പോലീസോ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ചന്ദനമരങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത്. പരാതി ലഭിച്ചാൽ തന്നെ അന്വേഷിക്കുമെന്ന് പോലീസും പറയുന്നു. നെടുങ്കണ്ടത്തിനടുത്ത് കല്ലാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിന്ന് 35 വർഷം പഴക്കമുള്ള ചന്ദനമരം മുറിച്ചു കടത്തിയ കേസിൽ ഇനിയും ഒരാളെ പിടികൂടാനുണ്ട്. മുണ്ടീരിമയിൽ റവന്യൂ ഭൂമിയിൽ നിന്ന് ചന്ദനമരവും നാളുകൾക്ക് മുമ്പ് മോഷ്ടിക്കപ്പെട്ടിരുന്നു. കോമ്പയാർ സ്വദേശിയായ പുതുശ്ശേരിയിൽ ചാറ്റർജിയുടെ പുരയിടത്തിൽ നിന്ന് 15 വർഷത്തോളം വളർച്ചയുള്ള ചന്ദനമരവും അടുത്തിടെ മുറിച്ചു കടത്തിയിരുന്നു. എന്നാൽ ചന്ദനമോഷ്ടാക്കളെ പിടികൂടുന്ന കാര്യത്തിൽ അധികൃതർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ പോലീസ് പിടിയിലായ കുപ്രസിദ്ധ മോഷ്ടാവ് വീരപ്പൻ ബൈജുവിനെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തെളിവെടുപ്പിനായി എത്തിച്ചു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് കഴിഞ്ഞ ദിവസം കുപ്രസിദ്ധ മോഷ്ടാവ് വീരപ്പൻ ബൈജുവിനെ കട്ടപ്പന പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നടന്ന വിവിധ മോഷണ കേസുകളിൽ പ്രതിയെന്ന് സംശയിച്ചാണ് ബൈജുവിനെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. കഞ്ഞിക്കുഴി പോലീസിന്റെ നേതൃത്വത്തിൽ പഴയേരിക്കണ്ടം, വെൺമണി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. പഴയേരിക്കണ്ടം ആപ്പിൾ മൊബൈൽസിലും പഴയേരിക്കണ്ടം തെക്കിൻതണ്ട് മഹാദേവിക്കാവിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഞ്ഞിക്കുഴി സബ് ഇൻസ്പെക്ടർ ജോൺസൺ ജോർജ്, ASI സെബാസ്റ്റ്യൻ, സീനിയർ CPOമാരായ അജയൻ, റോയി എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനം 12-ാം തീയതി നടക്കും. മന്ത്രിമാരായ MM മണിയും കടകംപള്ളി സുരേന്ദ്രനും ചേർന്ന് ആശുപത്രി ജനങ്ങൾക്കായി സമർപ്പിക്കും. ഹൈറേഞ്ച് ഹോസ്പിറ്റൽസ് ഗ്രൂപ്പിന്റെ 4ാമത് ശാഖയാണ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനൂതനമായ സാങ്കേതിക മികവോടെയും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവന സാന്നിധ്യത്തോടെയുമാണ് ആശുപത്രി പ്രവർത്തന സജ്ജമായിരിക്കുന്നത്.
ഓഗസ്റ്റ് 12-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആശുപത്രി ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തും. RSBY പദ്ധതിയുടെ ഉദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLAയും ഓഹരി സർട്ടിഫിക്കറ്റ് വിതരണം സഹകരണ രജിസ്ട്രാർ S. ലളിതാംബിക IASഉം നിർവഹിക്കും. ഫിസിയോതെറാപ്പി വിഭാഗം ജോണി കുളമ്പള്ളിയും ദന്താശുപത്രി KK ജയചന്ദ്രനും ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ എക്സ്റേയുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM ആഗസ്തി നിർവഹിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് ലബോറട്ടറി ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റ് PN വിജയനും ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. കട്ടപ്പനയിൽ സഹകരണാശുപത്രി 12-ാം തീയതി രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണിയും നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. ഞങ്ങൾ 1 കോടി രൂപ ജനങ്ങളിൽ നിന്നും ഷെയറായി സമാഹരിക്കാനും ICDPയുടെ 1.5 കോടി രൂപയുള്ള മൂലധനം കണക്കാക്കിക്കൊണ്ടാണ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റിയും ജനറൽ മെഡിസിനും ഓർത്തോ വിഭാഗവും പീഡിയാട്രിക് വിഭാഗവും ഡെന്റൽ വിഭാഗവും ഇപ്പോൾ പ്രവർത്തനം 12-ാം തീയതി മുതൽ ആരംഭിക്കും. 24 മണിക്കൂർ സമയവും പ്രവർത്തിക്കുന്ന ലാബിന്റെ പ്രവർത്തന സംവിധാനം ഉണ്ടാവും. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോ വിഭാഗം, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, നീതി മെഡിക്കൽ സ്റ്റോർ, ഫിസിയോതെറാപ്പി, ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, മിൽമ ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് സഹകരണ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സഹകരണ ആശുപത്രി പ്രസിഡന്റ് CV വർഗീസ്, സ്വാഗത സംഘം രക്ഷാധികാരി KP ഹസൻ, ചെയർമാൻ KR സോദരൻ, ജനറൽ കൺവീനർ KP സുമോദ്, കൺവീനർമാരായ CK ശശി, MC ബിജു, സെക്രട്ടറി G സുബീഷ് എന്നിവർ പങ്കെടുത്തു. DYFI ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജാഥയ്ക്ക് ഉപ്പുതറയിൽ സ്വീകരണം നൽകി. DYFI ജില്ലാ സെക്രട്ടറി നിശാന്ത് V ചന്ദ്രൻ ക്യാപ്റ്റനായ ജാഥയാണ് ഉപ്പുതറയിൽ പര്യടനം നടത്തിയത്. കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് DYFI ജില്ലാ സെക്രട്ടറി നിശാന്ത് V ചന്ദ്രൻ പറഞ്ഞു. കുത്തക മുതലാളിമാരെ വളർത്തുകയും സാധാരണ ജനങ്ങളെ തളർത്തുകയുമാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. 9,000 കോടി രൂപ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും കടമെടുത്ത് വിദേശത്ത് പോയി സുഖവാസം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് വിജയ് മല്യ എന്ന വൻകിട കോർപ്പറേറ്റ്. ആ വൻകിട കോർപ്പറേറ്റിനാണ് 2,900 കോടി രൂപയുടെ നികുതി ഇളവ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദിക്കും അവരുടെ ഭരണത്തിനും താൽപര്യം വൻകിട കോർപ്പറേറ്റുകളോടാണ്. രാജ്യത്ത് സാധാരണക്കാരന് വേണ്ടിയുള്ള ഭരണമല്ല നടക്കുന്നത്, വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. നവ ലിബറൽ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. DYFI ഓഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ ഭാഗമായാണ് കാൽനട പ്രചരണ ജാഥ നടത്തുന്നത്. DYFI ജില്ലാ സെക്രട്ടറി നിശാന്ത് V ചന്ദ്രൻ, DYFI ജില്ലാ പ്രസിഡന്റ് KP സുമോദ് എന്നിവർ ക്യാപ്റ്റന്മാരായ 2 ജാഥകളാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത്. DYFI ജില്ലാ സെക്രട്ടറി നിശാന്ത് V ചന്ദ്രൻ ക്യാപ്റ്റനായ ജാഥ ആദ്യ ദിവസം വണ്ടൻമേട് പീരുമേട് മേഖലയിൽ പര്യടനം നടത്തി. 2ാം ദിവസത്തെ പര്യടനം ഏലപ്പാറ ബ്ലോക്കിലെ ഉപ്പുതറയിൽ നിന്നുമാണ് ആരംഭിച്ചത്. ഉപ്പുതറയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റ് അജേഷ് വർഗീസ് അധ്യക്ഷനായിരുന്നു. PP സുമോദ്, R പ്രശോഭ്, രമ്യ റനീഷ്, രാജീവ് സന്തോഷ് കുമാർ, V ഷൈജൽ എന്നിവർ സംസാരിച്ചു. ഉപ്പുതറയിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കട്ടപ്പനയിൽ സമാപിച്ചു. DYFIയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജില്ലാതല പ്രചരണ ജാഥയ്ക്ക് കുമളിയിൽ സ്വീകരണം നൽകി. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് R തിലകൻ ജാഥയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. നവലിബറൽ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തി ആഗസ്റ്റ് 15-ന് DYFI നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാതല കാൽനട പ്രചരണ ജാഥ പര്യടനം നടത്തുന്നത്. ഇന്നലെ രാവിലെ അണക്കരയിൽ നിന്നാണ് ജാഥയുടെ പര്യടനം ആരംഭിച്ചത്. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് കുമളി ടൗണിൽ സമാപിച്ചു. കുമളി ഹോളിഡേ ഹോമിന് സമീപത്തു നിന്നും 100 കണക്കിന് യുവജനങ്ങൾ ജാഥയെ സ്വീകരിച്ചു. ബാൻഡ് സംഘം, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് ജാഥയെ വരവേറ്റത്. കുമളി ടൗണിൽ ചേർന്ന സമാപന യോഗം ഇടുക്കി ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് R തിലകൻ ഉദ്ഘാടനം ചെയ്തു. DYFIയുടെ ഈ ശ്രമത്തിന്റെ ഭാഗമായി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന DYFI യോഗത്തിൽ പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് KM പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്വീകരണ യോഗങ്ങളിൽ ജാഥ ക്യാപ്റ്റനും DYFI ജില്ലാ സെക്രട്ടറിയുമായ നിശാന്ത് V ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം രമ്യ റനീഷ്, PP പ്രക്ഷോഭ്, രാജീവ് സന്തോഷ്, V ഷൈജൻ,
VI സിംസൺ തുടങ്ങിയവർ സംസാരിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് 23-ാം തീയതി വണ്ടിപ്പെരിയാറിൽ സ്വീകരണം നൽകും. തൊഴിൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി 600 രൂപയാക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുക, പ്രതിസന്ധിയിലായ തോട്ടങ്ങളിൽ സൗജന്യ റേഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ 15-ാം തീയതി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. 31-ാം തീയതി തിരുവനന്തപുരത്ത് AICC വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 23-ാം തീയതി വാഹന ജാഥ ജില്ലയിൽ പ്രവേശിക്കും. 5 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ഈ മാസം 14-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 30-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും. ഈ ജാഥ 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് വണ്ടിപ്പെരിയാറിൽ എത്തിച്ചേരും. വീരുമേട്ടിലെ തോട്ടത്തൊഴിലാളികൾ വൻപിച്ച സ്വീകരണം നൽകി ജാഥയെ സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് ഇന്നിവിടെ നടന്നത്. ശ്രീ PK രാജൻ ചെയർമാനും ശ്രീ റോയ് ജോസഫ് ജനറൽ കൺവീനറുമായിട്ടുള്ള സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. 23-ാം തീയതി വൈകിട്ട് 8 മണിക്ക് വണ്ടിപ്പെരിയാറിലാണ് സമാപന യോഗം. വാഹന പ്രചരണ ജാഥയുടെ സ്വീകരണത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി ജോസഫ് ജനറൽ കൺവീനറായും PK രാജൻ ചെയർമാനായും 500 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. യോഗത്തിൽ ഷാജി പൈനാടത്ത്, PR അയ്യപ്പൻ, PK രാജൻ, റോയി ജോസഫ്, SA മണി, ഷാജി, P നിക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന പള്ളിക്കവല മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. ഇന്ന് രാവിലെ മണിക്കൂറുകളോളമാണ് ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടത്. കട്ടപ്പന പള്ളിക്കവല ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ്. രാവിലെയും വൈകുന്നേരങ്ങളിലും സ്കൂൾ സമയങ്ങളിലാണ് മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. 3 റോഡുകളുടെ സംഗമസ്ഥാനമായതിനാൽ ഇവിടെ ട്രാഫിക് നിയന്ത്രണം അനിയന്ത്രിതമാണ്. 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. മാത്രവുമല്ല, കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള ഏക യാത്രാമാർഗവും ഈ റോഡാണ്. ഇതുമൂലം ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളാണ് ഇവിടെ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നത്. ഇതുവഴിയുള്ള ഫുട്പാത്ത് തകർന്നു കിടക്കുന്നതിനാൽ സ്കൂൾ കുട്ടികൾ അടക്കമുള്ള യാത്രക്കാർ റോഡിലേക്കിറങ്ങിയാണ് നടക്കുന്നത്. ഇതും അപകടത്തിന് ഇടവരുത്തും. എല്ലാ ദിവസവും തിരക്കുണ്ട്. ഇപ്പം PSC ടെസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലും. ഒരു റോഡിന് വീതി കുറവും പ്രശ്നങ്ങളെല്ലാം കാരണം ഇതിലെ അങ്ങനെ ഭയങ്കര തടസ്സം അത്. പിന്നെ ആശുപത്രിയിലേക്കൊക്കെ ഇത്രയും വണ്ടികൾ എമർജൻസി കേസൊക്കെ പോകുമ്പോഴത്തേനും ഇവിടെ ട്രാഫിക് ഒന്നും അത്ര ഇതല്ല. റോഡ് വീതി കുറവ്, താഴെയെല്ലാം ചെളി കെട്ടിക്കിടക്കുന്നു. പിള്ളേർ എല്ലാം കൂടെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് രാവിലെ മണിക്കൂറുകളാണ് മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. സമീപത്തെ സ്കൂളുകളിൽ PSC പരീക്ഷ നടക്കുന്നതിനാലാണ് ഇന്ന് തിരക്ക് അനുഭവപ്പെട്ടത്. ട്രാഫിക് നിയന്ത്രണത്തിന് പോലീസിന്റെ സേവനം ഉണ്ടെങ്കിലും നിയന്ത്രണ വിധേയമായ തിരക്കാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത്. PSC പരീക്ഷ പോലുള്ള തിരക്കുകൾ ഉണ്ടാകുമ്പോൾ പ്രദേശത്ത് കൂടുതൽ പോലീസ് സേനയെ വിന്യസിപ്പിക്കണമെന്നും ശാസ്ത്രീയമായ രീതിയിൽ അടിയന്തര ട്രാഫിക് സംവിധാനം ഒരുക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ഓഗസ്റ്റ് 9 വ്യാപാരി ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ വ്യാപാരി ദിനം ആഘോഷിച്ചു. രാവിലെ 10 മണിക്ക് സെൻട്രൽ ജംഗ്ഷനിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് പതാക ഉയർത്തി. KVVS ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി KP ഹസൻ വ്യാപാരി ദിന സന്ദേശം നൽകി. അസോസിയേഷൻ ട്രഷറർ സാജൻ ജോർജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് CK മോഹനൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CB വർക്കി, സെക്രട്ടറി PK ജോഷി കുട്ടട തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായിരുന്ന കട്ടപ്പന സാഗര ജംഗ്ഷൻ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും റോഡ് സൈഡിലെ കാടുകൾ വെട്ടിത്തെളിക്കുകയും ചെയ്തു. പതാക ഉയർത്തലും അതുപോലെ മതപരപരമായ സേവനവാരമായി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് കട്ടപ്പന ടൗണിലെ സാഗര ജംഗ്ഷനിൽ റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമായി പൊളിഞ്ഞു കിടക്കുന്നു. ആളുകൾക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ കിടക്കുന്ന ഈ റോഡ് ഇന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ വ്യാപാരി ദിനത്തോടനുബന്ധിച്ചെന്ന് ഈ റോഡുകൾ മുഴുവൻ നന്നാക്കുവാനായിട്ടാണ് വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന്. വ്യാപാരി ദിനാഘോഷ പരിപാടികൾക്ക് KP ബഷീർ, പൊന്നച്ചൻ ജോസഫ്, AH കുഞ്ഞുമോൻ, വിൻസെന്റ് V കുര്യൻ, PK മാണി, TM ജോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അടിമാലി ലക്ഷംവീട് കോളനി റോഡിൽ യാത്രാ ദുരിതം രൂക്ഷമാകുന്നു. 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന 10ാം വാർഡിൽപ്പെട്ട റോഡാണ് തകർന്ന് ഗതാഗതം പോലും ദുഷ്കരമായി തീർന്നിരിക്കുന്നത്.
നാട്ടുകാർ മുൻകൈയെടുത്ത് നടത്തുന്ന ഓഫ് റോഡ് ഡ്രൈവിംഗ് മത്സരമൊന്നുമല്ലത്. അടിമാലി ലക്ഷം വീട് കോളനി നിവാസികളുടെ യാത്രാ ദുരിതത്തിന്റെ നേർക്കാഴ്ച മാത്രം. റോഡ് എന്നത് കോളനിയിൽ പേരിന് മാത്രമേ ഉള്ളൂ. മഴ പെയ്ത് റോഡിലൂടെ വെള്ളം കുത്തിയൊലിച്ച് തോടിന് സമാനമായി മാറിക്കഴിഞ്ഞു. ഇതുവഴിയാണ് പ്രദേശത്തെ നിരവധി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പ്രായം ചെന്നവരും രോഗികളുമായവരുമൊക്കെ സഞ്ചരിക്കുന്നത്. രോഗികളായവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും മാർഗമില്ലാതെ ബുദ്ധിമുട്ടിലാണ് കോളനി നിവാസികൾ. ആശുപത്രിയിലെത്തുമ്പോഴേക്കും രോഗികൾ മരണപ്പെട്ട സാഹചര്യം പോലുമുണ്ടായി അടുത്തിടെ. അത്യാവശ്യ ഘട്ടത്തിൽ പോലും ഒരു വാഹനവും കോളനിയിലേക്ക് എത്തുന്നില്ല. റോഡെന്ന ആവശ്യം പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻപിൽ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത. അടിമാലിയിലേക്കുള്ള ബൈപ്പാസ് റോഡും കൂടിയാണ് ഇന്ന് യാത്രാ ദുരിതത്തിൽ കിടക്കുന്നത്. അധികാരികൾ കണ്ണു തുറക്കുക, പാവപ്പെട്ടവന്റെ ജീവിത ദുരിതത്തെക്കുറിച്ച് കണ്ണോടിക്കുക. ഈ റോഡിന്റെ അവസ്ഥ 18 ഏക്കർ റോഡ്, 1 കിലോമീറ്റർ ഇപ്പുറം റോഡ് അടിമാലിയുടെ. ഒരു വണ്ടി ഇപ്പം മറിഞ്ഞ് പിള്ളേരകത്ത് ഓരോന്നും ആകേണ്ട അവസ്ഥ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഈ റോഡിന് അന്തിമ തീരുമാനം ഉണ്ടാകണം. റോഡിന്റെ നിർമ്മാണത്തിനായി 20 ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും നിർമ്മാണത്തിനുള്ള മെറ്റൽ ലഭ്യമല്ലെന്നാണ് കരാറുകാരന്റെ മറുപടി. ഈ മേഖലയോടും റോഡിനോടും അധികൃതർ കാണിക്കുന്ന അവഗണനകളുടെ കഥ മാത്രമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത്. പ്രദേശവാസികളാണ് ഞങ്ങളിവിടെ ഒരു 150-150ഓളം കുടുംബക്കാരുകൾ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ റോഡിന് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഈ റോഡിന് ഏകദേശം 20 ലക്ഷത്തോളം രൂപ അനുവദിച്ചിട്ടുണ്ട് കോൺക്രീറ്റിനായിട്ട്. അതിന് വേണ്ടിയിട്ട് കോൺട്രാക്ടറെ വീട്ടിലേക്ക് മാത്രമായിട്ട് 100 മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് എന്ത് ചെയ്യാത്തതെന്ന് ചോടനെ ചെയ്യുമെന്ന് പറയാം. മിറ്റിലല്ല എന്നാ പറയുന്നത്. ഈ കാണാവുന്ന നാട്ടുപ്രദേശത്തോടെ ഒക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. അവിടെ ഒക്കെ മിറ്റിലുണ്ട്. പക്ഷെ ഈ റോഡിന് മാത്രം ഒരിക്കലും മിറ്റിൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായ? ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു രോഗിനെ കൊണ്ട് പോകാൻ പാടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു രോഗിനെ കൊണ്ട് ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രോഗി മരിച്ചു. അടിയന്തരമായി റോഡ് കോൺക്രീറ്റ് ചെയ്ത് യാത്രായോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ദേശീയപാത ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് പ്രദേശവാസികളുടെയും ഡ്രൈവർമാരുടെയും തീരുമാനം. ഹൈറേഞ്ചിലെ ദേശീയപാതാ വികസനം സാക്ഷാത്കാരത്തിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. വിനോദസഞ്ചാരികളുടേതടക്കം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അപകടക്കണിയായ ഭാഗമാണ് മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗം. ആയിരക്കണക്കിന് അടി താഴ്ചയുള്ള കൊക്കയുള്ള ഗ്യാപ് ഭാഗത്ത് റോഡിന്റെ 4 മീറ്റർ താഴെയാണ്. അതുകൊണ്ട് തന്നെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രമാണ് കടന്നുപോകുവാൻ കഴിയുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കണമെങ്കിൽ കിലോമീറ്ററുകൾ പുറകോട്ടു പോകേണ്ട അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അപകടങ്ങളും ഗതാഗതക്കുരുക്കും ഇവിടെ നിത്യസംഭവമാണ്. പാറയടക്കം പൊട്ടിച്ചു നീക്കി 10 മീറ്റർ വീതിയിലാണ് നിലവിൽ റോഡ് നിർമ്മിക്കുന്നത്. 268 കോടി രൂപയാണ് കരാർ തുക. 2 വർഷമാണ് കാലാവധിയുള്ളത്. എന്നാൽ കാലാവധിക്ക് മുമ്പ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനാണ് ശ്രമം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാടുകൾ നീക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കേന്ദ്ര മിനിസ്റ്ററിന്റെ ഡേറ്റ് കിട്ടാനുണ്ട് ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ളത്. അത് കിട്ടിയ അവിടെ തന്നെ ഉദ്ഘാടനവും നടത്തുന്നതായിരിക്കും. എന്നിട്ട് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ സർവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ വീതിയെല്ലാം അത്യാവശ്യം വീതിയാക്കിയിട്ട് പ്രോജക്റ്റിന് ഫുൾ ലെങ്ത് വീതിയാക്കിയിട്ട് സർവേയും കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഭൂമി പൂജയും നടന്നു. കേന്ദ്രമന്ത്രിയുടെ സമയമനുസരിച്ച് വിപുലമായ രീതിയിൽ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിനാണ് അധികൃതർ ആലോചിക്കുന്നത്. SNDP കട്ടപ്പന നോർത്ത് ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദിവ്യ സത്സംഗം നടത്തി. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം കട്ടപ്പന നോർത്ത് ശാഖയുടെ നേതൃത്വത്തിലാണ് സർവ്വ ഐശ്വര്യ പൂജയും സത്സംഗവും നടത്തിയത്. ബ്രഹ്മചാരി വിശുംബരൻ സ്വാമികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് PK ജോഷി അധ്യക്ഷത വഹിച്ചു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ജസ്റ്റ് ഒരു വിസിറ്റിംഗ് സന്ദർശനമാണ് അല്ലേ? അങ്ങനെ സംഘടനാ പ്രോഗ്രാം നടത്തുന്നത് ഇങ്ങനെ അതിൻ്റെതായ ചട്ടവട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ ഇത്. സെക്രട്ടറി VG സുകുമാരൻ നായർ, വൈസ് പ്രസിഡന്റ് വിദ്വേ സോമൻ, അഡ്വക്കേറ്റ് PR മുരളീധരൻ, VG സുകുമാരൻ, PK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച അനഘ ഷാജിയെയും സത്യൻ അശോകനെയും ഉപഹാരം നൽകി ആദരിച്ചു. പുളിയൻമല കമ്പനിപ്പടിയിൽ നിയന്ത്രണം വിട്ട ലോറി അപകടത്തിൽപ്പെട്ടു. ലോറി ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
കുമളിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പുളിയന്മല കമ്പനിപ്പടിക്ക് സമീപം നിയന്ത്രണം വിട്ട ലോറി 20 അടി താഴ്ചയിലുള്ള വീടിന്റെ മുറ്റത്തേക്ക് മറിയുകയായിരുന്നു. കമ്പനിപ്പടി രാജ്ഭവനിൽ രാജുവിന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് ലോറി മറിഞ്ഞത്. അപകടത്തിൽ ലോറി ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇത് നാളെ മുക്കാലക്ക് ഞങ്ങൾ വട ഉണ്ടാക്കിയിരുന്നു. അപ്പൊ നാളെ മുക്കാലക്ക് വണ്ടി സൗണ്ട് ഒച്ച കേട്ട് நம்ம വണ്ടി ഇങ്ങനെ നിന്നത് അത് அப்படியே வந்து ഇടിച്ച് വന്ന് பார்க்கும்போது വണ്ടി മറിച്ചു പോയി. അപകടത്തിൽ രാജുവിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ടാറ്റ മാജിക് എയർസ് എന്ന വാഹനവും കുടിവെള്ള ടാങ്കും തകർന്നു. ഈ മേഖലയിൽ റോഡിന് സംരക്ഷണവേലി ഇല്ലാത്തതാണ് കൂടുതലും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കാഞ്ചിയാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിൽ അക്ഷരലക്ഷം പദ്ധതിക്ക് തുടക്കമായി. കുട്ടികളിൽ ഇംഗ്ലീഷ് വായന വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്ഷരലക്ഷം പദ്ധതി ആരംഭിച്ചത്. അഖില കേരള ബാലജന സഖ്യം അക്ഷരലക്ഷം പദ്ധതി അനുസരിച്ച് 1 കോടി രൂപയുടെ 1 ലക്ഷം പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഇടുക്കി ജില്ലയിൽ കാഞ്ചിയാർ യൂണിയന്റെ സഹകരണത്തോടെയാണ് നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിൽ ആരംഭിച്ചത്. യൂണിയൻ പ്രസിഡന്റ് ഗോപിക മുരളി അധ്യക്ഷത വഹിച്ചു. കാഞ്ചിയാർ യൂണിയൻ ഭാരവാഹികൾ ഹെഡ്മാസ്റ്റർ കെ പത്മകുമാറിന് പുസ്തകങ്ങൾ കൈമാറി അക്ഷരലക്ഷം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അക്ഷരലക്ഷം പദ്ധതിയെക്കുറിച്ച് ബിപിൻ വർഗീസ് വിശദീകരിച്ചു. സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. കുറെ ചെറിയ തോതിലെങ്കിലും ചെറിയ ബുക്കുകൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ വായിക്കുവാനായിട്ടുള്ള ഒരു വലിയ താല്പര്യം നമ്മളിൽ ഉണ്ടാകും. വായിക്കുവാനുള്ള താല്പര്യത്തിന്റെ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് മറ്റുള്ള പലത് കേട്ട് മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് വായന. വായിക്കുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അല്ലെങ്കിൽ ഒരു കാര്യം പൊരിഞ്ഞാൽ ബുക്ക് വായിക്കുകയാണെങ്കിൽ ബുക്ക് ഒരിക്കൽ വായിക്കുന്നത് കേട്ടു. സ്കൂൾ വിദ്യാർത്ഥികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ ബാലജന സഖ്യവും സെന്റർ ഫോർ ക്രിയേറ്റീവ് എക്സലന്റ് ഇന്ത്യയും നടപ്പാക്കുന്ന പദ്ധതിക്ക് സാധിക്കും. അമേരിക്കയിലെ NGO സ്ഥാപനമായ ഫാസ്റ്റ് ബുക്സ് ആണ് പുസ്തകങ്ങൾ പദ്ധതിക്കായി അനുവദിച്ചത്. രാജ്യാന്തര പ്രസിദ്ധീകരണ സ്ഥാപനമായ USA സിഡ്നി ബുക്കാണ് പുസ്തകങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. യോഗത്തിൽ രക്ഷാധികാരി ജോർജ് ജേക്കബ്, PTA പ്രസിഡന്റ് ജെ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 9 അന്താരാഷ്ട്ര ആദിവാസി ദിനത്തോടനുബന്ധിച്ച് ആദിവാസി ദിനാചരണവും സെമിനാറും വെൺമണിയിൽ നടന്നു. ആദിവാസി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെൺമണി MG ഹാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണ പരിപാടി CB വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ആദിവാസി ദിനാചരണത്തിന് മുന്നോടിയായാണ് ആദിവാസി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദിവാസി ദിനാചരണവും സെമിനാറും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വിഷ്ണു കെ ചന്ദ്രൻ, നേതാക്കളായ KM ബാബു, വിദ്യാധരൻ കാണി, K ചന്ദ്രൻ, KS രാജൻ, KR കുട്ടപ്പൻ, CB പേന്താനം, സന്തോഷ് കുമാർ, റോബിൻ ആലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആദിവാസികൾ നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സൗമ്യ മോഹൻ ക്ലാസ് നയിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂളിൽ നാഗസാക്കി ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരവും ചിത്രപ്രദർശനവും നടത്തി. നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂളിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ലോക സമാധാനം ലക്ഷ്യമിട്ടുള്ള കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. പരിപാടിയോടനുബന്ധിച്ച് ലോക സമാധാനത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള രചനാ മത്സരങ്ങളും പ്രഭാഷണങ്ങളും നടന്നു. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി സമാധാനത്തിന്റെ പ്രതീകമായ പ്രാവിന്റെ ചിത്രത്തിലുള്ള കളറിംഗ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ദിവസത്തിൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള പെയിന്റിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കട്ടപ്പന YMCA നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിവിധ ചിത്രങ്ങളുടെ ഒരു പ്രദർശനവും മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തി. ഒപ്പം തന്നെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഡിബേറ്റും നാഗസാക്കി ദിനത്തിൻ്റെ പ്രാധാന്യവും ഒപ്പം തന്നെ ലോക സമാധാനത്തിനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടുള്ള വിവിധ പ്രഭാഷണങ്ങളും ഈ ദിനത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. മുതിർന്ന കുട്ടികൾക്കായി പ്രത്യേക രചനാ മത്സരങ്ങളും നടത്തി. ചടങ്ങിൽ കട്ടപ്പന YMCA നടത്തിയ കളറിംഗ് പെയിന്റിംഗ് മത്സരത്തിലെ മുഴുവൻ ചിത്രങ്ങളുടെയും പ്രദർശനവും നടന്നു. കാഞ്ചിയാർ വെങ്ങാലൂർക്കട ലക്ഷംവീട് കോളനിയിലെ കുടിവെള്ള പൈപ്പ് സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചതായി പരാതി. പ്രദേശത്തെ 50ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് ഇതോടെ മുട്ടിയിരിക്കുന്നത്.
കാഞ്ചിയാർ ലക്ഷം വീട് കോളനിയിൽ 15 വർഷം മുമ്പ് സ്ഥാപിച്ച പൈപ്പുകളാണ് ഇന്നലെ രാത്രിയിൽ സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. കുളത്തിൽ നിന്നും ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പുകളാണ് നശിപ്പിച്ചത്. ഇതോടെ ലക്ഷം വീട് കോളനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടി. ഇത് കുടിവെള്ള പദ്ധതിയായിരുന്നു. അത് ഏതോ സാമൂഹ്യ വിരുദ്ധർ വെട്ടി ഓസ് കണ്ടിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഒരു 45 വീട്ടുകാരെ കുടിവെള്ളം മുടങ്ങിക്കിടക്കുകയാണ്. ഇതിനു മുമ്പും ഇവിടെ സാമൂഹ്യവിരുദ്ധർ പൈപ്പുകൾ വെട്ടി നശിപ്പിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. മഴക്കാലത്തും വേനൽക്കാലത്തും കുടിവെള്ള ദാരിദ്ര്യമുള്ള പ്രദേശമാണ് ലക്ഷം വീട് കോളനി. ഇവിടെ താമസിക്കുന്ന 50ഓളം കുടുംബങ്ങൾ ഈ കുടിവെള്ള സ്രോതസ്സിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. കുടിവെള്ള പൈപ്പുകൾ വെട്ടി നശിപ്പിച്ചതോടെ വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലായിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു 1-2 പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നാണ്. ഇപ്പം സാമൂഹ്യ വിരുദ്ധരെന്ന് പറയുമ്പം ഈ കള്ളുപടിക്കുകയും ഈ വഴി സൈഡിലിരുന്ന് കള്ളടിയും മറ്റ് പ്രശ്നങ്ങൾ രാത്രി സമയങ്ങളിൽ 11 മണിക്കും 10 മണിക്കും ഒക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. ഇത് ഒരു കോളനിയിലോട്ട് പോകുന്ന 3 അടി വീതിയുള്ള പഞ്ചായത്ത് വഴിയാണ്. അപ്പോൾ പഞ്ചായത്ത് വഴി ഇങ്ങനെ ഇരുട്ടറുള്ള ഭാഗങ്ങളിലും പല പ്രശ്നങ്ങളാണ് സ്ഥിരമായിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയിലെ ഉപഭോക്താക്കൾ പഞ്ചായത്തിലും പോലീസിലും പരാതിയും നൽകി. അതായത് ബാക്കിയുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധരെ നമ്മൾ ജനം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു ജനതയുടെ മൊത്തം കുടിവെള്ളം ആണ് ഇവർ നശിപ്പിച്ചിരിക്കുന്നത്. കുറ്റം ചെയ്തവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെറുതോണി ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം PS സുരേഷ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ആരോഗ്യ സംരക്ഷണത്തിനായി നടത്തിവരുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ജില്ലാ ആസ്ഥാന മേഖലയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. ചെറുതോണി വാർഡുതല ശുചീകരണം ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെയാണ് നടത്തിയത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം PS സുരേഷ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടെൻഡറെടുത്തയാൾക്ക് പോലും കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിപുലമായ രീതിയിൽ കൂടുതൽ ബൾക്കായിട്ട് തന്നെ മാലിന്യം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ചെറുതോണി ടൗൺ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മാലിന്യം കുന്നുകൂടുകയും അതുമൂലം രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറുന്ന ഈ സാഹചര്യം. വ്യാപാരി വ്യവസായി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് വിനു P. തോമസ്, CPM ചെറുതോണി ലോക്കൽ സെക്രട്ടറി MB ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് പെരിയ കനാൽ വെള്ളച്ചാട്ടം. മൂന്നാർ പൂപ്പാറ റൂട്ടിൽ ദേശീയപാതയ്ക്ക് സമീപമുള്ള വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിതയെ ആസ്വദിക്കാതെ സഞ്ചാരികൾ ഇതുവഴി കടന്നുപോകാറില്ല. ആരെയും ആകർഷിക്കുന്ന പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമായ ഹൈറേഞ്ചിന്റെ ഹരിതാഭമായ മലനിരകൾക്ക് മാറ്റുകൂട്ടുന്നതാണ് പെരിയ കനാൽ വെള്ളച്ചാട്ടം. പെരിയ കനാലിലെത്തി ദേശീയപാതയിൽ നിന്നും മുകളിലോട്ട് നോക്കിയാൽ ആകാശത്തിന് മുകളിൽ നിന്നും വെള്ളം താഴേക്ക് പതിക്കുന്നതാണെന്ന പ്രതീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്നാറിലേക്ക് എത്തുന്നവരും മൂന്നാറിലെത്തി മടങ്ങുന്നവരുടെയും ഒരു പ്രധാന ഇടത്താവളമായി പെരിയ കനാൽ വെള്ളച്ചാട്ടം മാറിക്കഴിഞ്ഞു. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും ഇവർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. സഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിന് ആരുമില്ലാത്തതിനാൽ നൂറുകണക്കിന് അടി ഉയരത്തിൽ നിന്നും കുത്തിയൊഴുകുന്ന വെള്ളത്തിലിറങ്ങി നിന്നാണ് പലരും സെൽഫി എടുക്കുന്നത്. വഴുക്കലുള്ള പാറയായതിനാൽ ഇത് വലിയ അപകടങ്ങൾക്കും വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശമാണ് ഹൈറേഞ്ച്. ദിവസേന 10,000 രൂപ വരുമാനവും നിരവധി ആളുകൾക്ക് തൊഴിൽ സാധ്യതയുമുള്ള ടൂറിസം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ല. അതിനുദാഹരണമാണ് പെരിയ കനാൽ വെള്ളച്ചാട്ടം. ഓഗസ്റ്റ് 10 ദേശീയ വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് 1 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ അന്നേ ദിവസം അടുത്തുള്ള അംഗനവാടിയിലോ സ്കൂളുകളിലോ പോയി വിരഗുളിക കഴിക്കേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. The taste of goodness. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങി രാജാക്കാടിന്റെ രാജകുമാരൻ ആനന്ദ് ഭൈരവ്. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് നായകനായി എത്തിയ ടീം 5ലൂടെയാണ് മലയോരത്തു നിന്നുമുള്ള ഈ താരം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്.
സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും സിനിമയിലേക്ക് എത്തിപ്പെടണമെന്ന ഒരാഗ്രഹമുണ്ടാകും. എന്നാൽ പലരും ഇതിനുവേണ്ടി മെനക്കെടാറില്ല. ഹൈറേഞ്ചിന്റെ സ്റ്റാറായ ആനന്ദ് ഭൈരവ അങ്ങനെയായിരുന്നില്ല. ചെറുപ്പം മുതൽ മോഡലിംഗിനോട് ഏറെ താല്പര്യമുണ്ടായിരുന്ന ഭൈരവ ഇതേക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. ഒപ്പം മോഡലിംഗിൽ തിളങ്ങുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമവും ആരംഭിച്ചു. 80-ലധികം ഓഡിഷനുകളിൽ പങ്കെടുത്തു. നിർമ്മാതാക്കൾ, സംവിധായകർ, സിനിമാ പ്രവർത്തകർ തുടങ്ങിയ 100-ലധികം ആളുകളുമായി ഒരു ചാൻസിനു വേണ്ടി സംസാരിച്ചു. സിനിമാ ലോകവുമായുള്ള ബന്ധങ്ങൾ വളർന്നു എന്നല്ലാതെ ഫലമുണ്ടായില്ല. ഇതിനുശേഷം യാദൃശ്ചികമായിട്ടാണ് ടീം 5ലേക്ക് പുതുമുഖങ്ങളെ തേടുന്ന പരസ്യം കാണുന്നത്. പിന്നീട് ഒട്ടും മടിച്ചില്ല. ടീം 5ന്റെ സംവിധായകൻ സുരേഷ് ഗോവിന്ദിനെ നേരിട്ട് കണ്ടു. പടത്തിൽ ചെറിയൊരു വേഷം നൽകാമെന്ന് ഉറപ്പു നൽകി. പിന്നീട് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ദിവസമാണ് ആനന്ദ് അറിയുന്നത് താൻ ശ്രീകാന്തിനൊപ്പം പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്ന്. ആദ്യ ചുവടുവയ്പ്പിന് ശേഷം ആനന്ദിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നിലവിൽ ഇനി 2 പടങ്ങൾ കൂടി പുറത്തിറങ്ങുവാനുണ്ട്. ബാലാസത്യം സംവിധാനം ചെയ്ത തമിഴിലെ ശിവസതി, മലയാളത്തിൽ വൈഷ്ണവ് സംവിധാനം ചെയ്ത ത്രികോണ എന്നീ ചിത്രങ്ങളാണ് പുറത്തിറങ്ങുവാനുള്ളത്. കൂടാതെ ശ്രീകാന്ത് വിജയ സംവിധാനം നിർവഹിച്ച് ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ഒരു തെക്കൻ കാവ്യം എന്ന ചിത്രത്തിലും ആനന്ദ് പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയാണ് തന്റെ വിജയത്തിന് പിന്നിലെന്നാണ് ആനന്ദിന്റെ അഭിപ്രായം. എന്റെ നാട്ടുകാരുടെ സൈഡിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഇതുവരെ എങ്ങനെ എന്റെ കൂടെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് ഉണ്ടാവണം. രാജാക്കാട് എന്ന മലയോര ഗ്രാമത്തിൽ നിന്നും സിനിമയിലേക്ക് ഒരാൾ എത്തിപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്നും ആനന്ദിന്റെ ബാല്യകാല സുഹൃത്ത് പ്രവീൺ പറഞ്ഞു. ഇവിടുന്ന് സിനിമയെന്ന മോഹം മനസ്സിലിടുകയും അത് ഭയങ്കര തീവ്രമായി അതിനെ സ്നേഹിക്കുകയും ചെയ്ത് ഒത്തിരി അലയാൻ കഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ചക്കര ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പുറകെ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഇന്ന് ഈ ആദ്യത്തെ പടം വന്നു. തമിഴിലിപ്പം വലിയ താമസിച്ച ഒരു പടം വരുന്നു. മലയാളത്തിൽ ഇപ്പോൾ രണ്ടാമത് വേറൊരു പടം ആയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 പടങ്ങൾ പെട്ടെന്ന് തന്നെ വരിക എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. വളരെ സന്തോഷമുണ്ട്. സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം സിനിമയെന്ന വലിയ ലോകത്തേക്ക് ചുവടുവയ്പ് നടത്തിയ മലയോരത്തിന്റെ താരം പുതിയ ചുവടുവയ്പ്പുകളോടെ മുന്നേറുകയാണ് വെള്ളിത്തിരയിൽ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈക്കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈക്കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. നീക്കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന വണ്ടൻമേട് ഗ്രീൻ ഗോൾഡ് ഗാന്ധമം ഏലക്കാലയിലെ വിതരണം. ആകലോട്ട് 338, വിൽപ്പനയ്ക്ക് വന്നത് 58,201, വിൽപ്പന നടന്നത് 56,432, കൂടിയ വില 1,494, ശരാശരി വില 1,026. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ, ഏലം കൂടിയ വില 1,020, ശരാശരി 940. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 122 രൂപ, ഗ്രാമ്പൂ 600 രൂപ, കൊക്കോ 32 രൂപ, റബ്ബർ 128 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,670 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂട്ട്സ്, നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാർ പള്ളിവാസലിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പള്ളിവാസൽ സ്വദേശിനി രാജമ്മാളിനെയും മകൾ ഗീതയെയും കൊലപ്പെടുത്തിയത് ആറ്റുകാട് സ്വദേശി പ്രഭു. ഇടുക്കി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. അടുത്ത അധ്യയന വർഷത്തിൽ അഡ്മിഷൻ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഇരട്ടയാർ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന KSCB ഓഫീസിലേക്ക് മാർച്ച്.
ഉദ്യോഗസ്ഥരെ പഴിചാരി കർഷകരുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ. വിള ഇൻഷുറൻസിന്റെ ഗുണം ചെറുകിട ഏലം കർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി. വിള ഇൻഷുറൻസ് ലഭിക്കുന്നത് 1 ഹെക്ടർ സ്ഥലത്തിന് മുകളിൽ ഏലം കൃഷിയുള്ളവർക്ക് മാത്രം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.